ഔദ്യോഗിക പരിപാടികളിൽ എന്തിനാണ് കുടുംബാംഗങ്ങളെ പങ്കെടുപ്പിക്കുന്നത് അല്ലെങ്കിൽ കൊണ്ടുപോകുന്നത്? കേരളത്തിലെ മാധ്യമങ്ങളും സംഘപരിവാറുകാരും കോൺഗ്രസ്സുകാരും കുറച്ച് മൗദൂദികളെല്ലാം കൂടി ഈ അടുത്ത കാലത്ത് മുഖ്യമന്ത്രി പിണറായി വിജയന്റെ കുടുംബാംഗങ്ങൾ അദ്ദേഹത്തോടൊപ്പം ചില ഇടങ്ങളിലൊക്കെ പോയപ്പോൾ ഈ ചോദ്യം പരക്കെ ഉന്നയിച്ചിരുന്നു. നിങ്ങൾ കേട്ടതല്ലേ? എന്തോ ഒരു അസഹിഷ്ണുതയായിരുന്നു. മുഖ്യമന്ത്രി എന്ന പദവിയിൽ ഇരിക്കുമ്പോൾ നിങ്ങൾക്ക് ഇങ്ങനെയൊന്നും ചെയ്യാൻ പാടില്ല എന്നുള്ള ഒരു പ്രത്യേക സ്റ്റഡി ക്ലാസ് ഒക്കെ എടുക്കുന്നതാണ്. അവരുടെ മുന്നിലേക്കാണ് ഒരു ദൃശ്യം കാട്ടാൻ പോകുന്നത്. അതായത് ഇതെല്ലാം മുഖ്യമന്ത്രി പിണറായി വിജയൻ ചെയ്യുമ്പോൾ മാത്രമാണ് വലിയ വാർത്തയായി മാറുന്നത് എന്ന് നിങ്ങളെ ബോധ്യപ്പെടുത്തി തരാനാണ്. അതായത് കഴിഞ്ഞ ദിവസം രാഷ്ട്രപതി ദ്രൗപദി മുർമു തലസ്ഥാനത്തെത്തി. സ്വാഭാവികമായിട്ടും രാഷ്ട്രപതിയെ ക്ഷണിക്കാൻ കേരളത്തിന്റെ മുഖ്യമന്ത്രി, മേയർ, ഗവർണർ തുടങ്ങി ഭരണഘടനാ പദവിയിൽ ഇരിക്കുന്നവർ ചെല്ലുന്നത് ഒരു സ്വാഭാവിക പ്രക്രിയയാണ്. അതൊരു ആതിഥേയ മര്യാദയുടെ ഭാഗമാണ്, ആണല്ലോ അല്ലേ? ഒപ്പം അത് സർക്കാരിന്റെ ഔദ്യോഗിക പരിപാടി കൂടിയാണ്. എന്നാൽ അതിൽ ഇന്നലെ ഒരു കുടുംബാംഗം പങ്കെടുത്തു. കേരളത്തിലെ മാപ്രകൾക്ക് അത് വാർത്തയല്ല, ആരുടെയും കണ്ണിൽ അത് പതിഞ്ഞിട്ടില്ല. എന്തിന് അവർ പങ്കെടുത്തു എന്ന ചോദ്യം ഒരിടത്ത് ഉയരുന്നില്ല. അതൊക്കെ സർവ്വസാധാരണമായി നടക്കേണ്ടതാണ് എന്ന രീതിയിൽ ആ വിഷയമൊന്നും നോക്കാതെയോ അല്ലെങ്കിൽ അതിലൊന്നും ശ്രദ്ധിക്കേണ്ട കാര്യമില്ല എന്ന തരത്തിൽ കടന്നു പോവുകയാണ്. ആരാണെന്നല്ലേ? ഇതേ നോക്കിയേ, ഒരു ചുവന്ന സാരിയിട്ട സ്ത്രീ. ആരാണ് ആ ചുവന്ന സാരിയിട്ട സ്ത്രീ? ഗവർണറെ സ്വീകരിക്കാൻ ഏതെങ്കിലും ഔദ്യോഗിക പദവിയിൽ ഇരിക്കുന്ന വ്യക്തിയാണോ ഇവർ എന്ന് നിങ്ങൾക്ക് തോന്നുന്നില്ലേ? എന്നാൽ അല്ല. ഗവർണർ രാജേന്ദ്ര ആർലേക്കറുടെ പത്നിയാണ്. ഗവർണർ എന്ന പദവിയുടെ അടിസ്ഥാനത്തിൽ രാഷ്ട്രപതിയെ സ്വീകരിക്കാൻ വരുമ്പോൾ അവരെയും കൂടി കൊണ്ടുവന്നത്. സ്വാഭാവികമായിട്ട് ഇന്നലകളിൽ മുഖ്യമന്ത്രി പിണറായി വിജയനോട് ഈ ചോദ്യം ഉന്നയിക്കുമ്പോൾ നിങ്ങൾ എന്തേ ഗവർണറോട് ഈ ചോദ്യം ഉന്നയിക്കുന്നില്ല? അപ്പോ ഗവർണറിനാകാം, അതായത് നമ്മുടെ നാട്ടിൽ പറയില്ലേ, അമ്മാവന് അടുപ്പിലും ആകാമെന്ന് പറയും. അതായത് ഈ സവർണ വിഭാഗക്കാരാണെങ്കിൽ ഈ നാട്ടിൽ ഇത്തരം കാര്യങ്ങളൊക്കെ എന്തും ചെയ്യാം, ആരും ചോദ്യം ചോദിക്കാൻ വരില്ല. പക്ഷേ പിന്നോക്കക്കാരനായിട്ടുള്ള ഒരു മുഖ്യമന്ത്രി അധികാരത്തിൽ ഇരിക്കുമ്പോൾ അദ്ദേഹത്തിന്റെ കുടുംബാംഗങ്ങൾ വന്നാൽ പ്രശ്നമാണ്, അസഹിഷ്ണുതയാണ്. പക്ഷെ രാജേന്ദ്ര ആർലേക്കറുടെ ഭാര്യ ദ്രൗപദി മുർമു വരുമ്പോൾ സ്വീകരിക്കാൻ അവർക്ക് എന്ത് ഭരണഘടനാ പദവിയാണുള്ളത്? അവർക്ക് എന്ത് അവകാശമുണ്ട് ആ ചടങ്ങിൽ പങ്കെടുക്കേണ്ടത്? നികുതിപ്പണം പറ്റി ഒരു പദവിയിൽ ഇരിക്കുന്ന വ്യക്തിക്ക് കുടുംബാംഗങ്ങളെ കൊണ്ടുവന്ന് ഷോ കാട്ടേണ്ട ഇടമാണോ? ആ ചോദ്യം എന്തേ ചോദിക്കുന്നില്ല? ഇന്നലകളിൽ ചോദിച്ച പല ചോദ്യങ്ങളും ഇവിടെ ഇല്ലെന്നേ. അപ്പോ പലരും ഇതൊക്കെ നടത്തുന്നുണ്ട്. ചിലരുടെ കാര്യങ്ങൾ മാത്രം ഒരു പ്രത്യേക സൈഡിൽ നിന്ന് ഒരു പ്രത്യേക താല്പര്യത്തോടു കൂടി ഇങ്ങനെ ഉയർന്നു വരും. അതിൽ അജണ്ടയുണ്ടോ? അതിൽ താല്പര്യമുണ്ടോ? അവിടെയാണ് നാട്ടിലെ ജനങ്ങൾ മനസ്സിലാക്കേണ്ടത്. ചിലർക്ക് ഇതൊക്കെ ആകാം, അതൊക്കെ അനുവദിച്ചു കൊടുത്തിട്ടുണ്ട്. മറ്റു ചിലർ ഇതൊന്നും ചെയ്യാനേ പാടില്ല. ആ ചെയ്യാൻ പാടില്ലെന്നുള്ള അലിഖിത തിട്ടൂരത്തിന്റെ പേരാണ് ജാതീയത. ആ ജാതീയത എന്ന് പറഞ്ഞാൽ ഞങ്ങളുടെ തമ്പ്രാക്കന്മാർ ഭരിച്ചിരുന്ന ഇടമാണ്, ഞങ്ങൾ പലതും ഇവിടെയൊക്കെ ചെയ്യും, ഞങ്ങളുടെ കുടുംബക്കാരാണെങ്കിൽ ഇതൊക്കെ ചെയ്യാം, അവർക്ക് അവകാശമുണ്ട്. പക്ഷേ ഒരു കോരന്റെ മകന് ഇത് ചെയ്യാൻ പറ്റില്ല. അതാണ് അവിടുത്തെ വ്യത്യാസം. ഇത് നാട്ടുകാർ കൃത്യമായിട്ട് കണ്ടിരിക്കണം. ആ ഒരു പരിപാടിയിൽ ഗവർണർ എന്ന വ്യക്തിക്ക് വരാം, അദ്ദേഹത്തിന്റെ പത്നിക്ക് വരേണ്ട കാര്യമുണ്ടോ? എന്തുകൊണ്ട്? ഇന്നലകളിൽ ഇവർ നമ്മളോട് പറഞ്ഞ കാര്യങ്ങൾ, ഇന്നലകളിൽ ഇത് വിവാദമാക്കിയ കാര്യങ്ങൾ, ആ നിലയ്ക്ക് ഈ വിഷയത്തിലും അത് ആപ്ലിക്കബിൾ ആകണ്ടേ? ആപ്ലിക്കബിൾ ആയേ മതിയാകുള്ളൂ. നിങ്ങൾ ഇന്നലകളിൽ പറഞ്ഞിട്ടുണ്ടോ? ഇന്ന് നിങ്ങൾ അതിൽ മിണ്ടുന്നില്ലെങ്കിൽ അതിന്റെ അർത്ഥം എന്താണ്? നിങ്ങൾക്ക് ഇരട്ടത്താപ്പുണ്ട്. നിങ്ങൾക്ക് ചില കാര്യങ്ങൾ കാണുമ്പോൾ വല്ലാത്ത അസഹിഷ്ണുതയുണ്ട്. അതിനെ നിങ്ങൾ ഭരണഘടനാപരമായിട്ടുള്ള മര്യാദകളോ അല്ലെങ്കിൽ തിരഞ്ഞെടുക്കപ്പെട്ട ജനപ്രതിനിധികൾ ചെയ്യേണ്ട കാര്യങ്ങളുമായിട്ടൊന്നും ഇപ്പോൾ ലിങ്ക് ചെയ്യാതെ കണ്ണടച്ചു കൊടുക്കുന്നുണ്ടെങ്കിൽ അത് മാധ്യമങ്ങളുടെ കാഴ്ചയിൽ പോലും സർവ്വസാധാരണമായി മാറുകയാണെങ്കിൽ അവിടെയാണ് ഈ നാട്ടിലെ ജനങ്ങൾ തിരിച്ചറിയേണ്ടത് എന്താണ് ഒളിച്ചു കടത്തുന്ന ഒരു സിസ്റ്റം. ആ സിസ്റ്റത്തിൽ ഒരു പ്രത്യേക വിഭാഗക്കാർ എന്ത് ചെയ്താലും അത് അംഗീകരിക്കപ്പെടും. എന്നാൽ മറിച്ച് ഈ പ്രിവിലേജ് ഇല്ലാത്ത വിഭാഗത്തിലുള്ള ആരെങ്കിലും എന്തെങ്കിലും ചെയ്തു കഴിഞ്ഞാൽ അതിന് ഈ മുറവിളി ഉയർത്തുന്നത്, മുറവിളി ഉണ്ടാക്കുന്നത് ആരാണ്? അത് ഇവിടത്തെ സവർണ കുബുദ്ധികളാണെന്നുള്ള യാഥാർത്ഥ്യം നിങ്ങൾ തിരിച്ചറിഞ്ഞോളൂ. അവരാൽ നിയന്ത്രിക്കപ്പെടുന്ന മാധ്യമങ്ങളിലൂടെയും അവരാൽ നിയന്ത്രിക്കപ്പെടുന്ന പൊതുബോധങ്ങൾ എന്ന നിലയ്ക്കുള്ള പല സ്ലീപ്പിംഗ് പിൽസുകളിലൂടെയും പുറത്തേക്ക് വരുന്ന ആ വിവാദം പ്ലാന്റഡ് ആണെന്ന് കാണിക്കാനാണ് ഈ വിഷയം കാണിച്ചത്. ഒരു ഉത്തരവാദിത്തപ്പെട്ട പദവിയിൽ ഇരിക്കുമ്പോൾ കുടുംബാംഗങ്ങളെ അങ്ങനെയുള്ള ഇടങ്ങളിൽ കൊണ്ടുപോകുന്നതൊന്നും തെറ്റൊന്നുമല്ല. കാര്യം ഒരു പദവിയിൽ ഇരിക്കുന്ന വ്യക്തി എന്നതിനപ്പുറം അദ്ദേഹം ഒരു കുടുംബസ്ഥൻ കൂടിയാണ്. ആ കുടുംബാംഗങ്ങളെ കൂടി തന്റെ ചില പരിപാടികളിൽ പരിഗണിക്കുകയോ കൊണ്ടുപോവുകയോ ചെയ്യേണ്ടത് അദ്ദേഹം പദവിയിൽ ഇരിക്കുമ്പോൾ ചെയ്യേണ്ട കാര്യങ്ങളാണ് എന്നുള്ളതാണ്. ബാക്കിയുള്ള റൂൾസ് ആൻഡ് റെഗുലേഷൻസ് മാറ്റിവെച്ചാലുള്ള എന്റെ വ്യക്തിപരമായ അഭിപ്രായം. ഇന്നലകളിൽ പിണറായി വിജയൻ ചെയ്യുന്നത് തെറ്റാണെങ്കിൽ ഇതും തെറ്റ് തന്നെയാണ്.
അവർ വായ്മൂടി കെട്ടിയിരുന്നാൽ ഇത് ആരും അറിയില്ല എന്ന് കരുതരുത്. നിങ്ങൾ പറഞ്ഞ കാര്യങ്ങൾ, നിങ്ങൾ വിവാദമാക്കിയ കാര്യങ്ങൾ എല്ലാവരും മറന്നു പോകുമെന്നും നിങ്ങൾ വിചാരിക്കരുത്. അതുകൊണ്ടാണ് ഗവർണറുടെ പത്നിയായിട്ടുള്ള അനഘ ആർലേക്കറുടെ ഈ ദൃശ്യവും ജനങ്ങളുടെ മുന്നിൽ കാട്ടിയതിനു ശേഷം വാർത്തകൾ എന്ന പേരിൽ എത്ര വിദഗ്ധമായിട്ടാണ് ചിലത് ഒളിപ്പിക്കുകയും ചിലത് ഹൈലൈറ്റ് ചെയ്ത് കാണിക്കുകയും ചെയ്യുന്നതെന്നുള്ള തിരിച്ചറിവിന് വേണ്ടിയാണ് ഇത് ഇങ്ങനെ തുറന്നു കാട്ടിത്തന്നത്.